നമസ്കാരം, വിദ്യാസാറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ +2 കോമേഴ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ഇതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി, കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയി. അതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് PDF രൂപത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ ആ PDF നോട്ടിന് ഉപരിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യണം, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. അത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അഭികാമ്യം. പിന്നെ നിങ്ങൾക്ക് നോട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, ഒന്ന് വായിച്ച് നോക്കണം. ടെക്സ്റ്റിലുള്ളതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഒരു ഫോമാണ് നിങ്ങൾക്ക് PDF നോട്ടായിട്ട് തന്നിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, വായിക്കുക. അത് വായിച്ച് വെച്ചതിന് ശേഷം നിങ്ങളുടെ നോട്ട് പഠിക്കുന്നതായിരിക്കും. കാര്യം അതിൽ നിങ്ങളുടെ ഭാഷയിലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മറ്റതിൻ്റെ ബാക്കിയായിട്ട് മാനേജ്മെന്റ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഒരുപാട് മാർക്കിന് എന്ത് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പാഠമാണ്. ഏറ്റവും കൂടുതൽ സ്കോർ എക്സാമിന് വരുന്ന ഒരു പോർഷനാണ്, ഒരു പാഠമാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അല്ലേ, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ ചിലപ്പം ചെറിയ മാർക്കിനൊക്കെ ആയിരിക്കും, 3-4 മാർക്കിനൊക്കെ ചോദിക്കും. ചിലപ്പം 5, 6, 7, 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിന് വരാം. മാർക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലും മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞ കണക്കിന് ഇതിലെല്ലാത്തിലും വരുന്ന പോയിന്റ് ബൈ പോയിന്റ് ആണ്. പോയിന്റ് എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത്. പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കാണാതെ പഠിക്കുക. ഓക്കെ, പോയിന്റ് മാത്രം കാണാതെ പഠിക്കുക. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ പോയിന്റ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ആ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. ടെക്സ്റ്റ് വായിക്കുക മാത്രം ചെയ്യുക. ടെക്സ്റ്റിലുള്ളത് മുഴുവൻ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പഠിച്ചെങ്ങും എത്തത്തില്ല. ഓക്കെ, അതിലുള്ള ഈ മെയിൻ പോയിന്റുകൾ മാത്രം കാണാതെ പഠിക്കുക. ബാക്കിയുള്ളത് നിങ്ങളുടേതായ ഒരു ലാംഗ്വേജിൽ എഴുതി ഫലിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ +1 റിസൾട്ടൊക്കെ വന്നെന്ന് അറിഞ്ഞു. എല്ലാവർക്കും വിജയികളായ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ കൺഗ്രാജുലേഷൻസും നേരുകയാണ്. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ ഈ ചാപ്റ്റർ പഠിക്കണം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റിന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് മീൻസ് തത്വങ്ങൾ. നമ്മുടെ ലോസിലെ, നിയമസംജ്ഞകൾ. അപ്പോൾ നമ്മുടെ ഭരണഘടനയുണ്ട് അല്ലേ, നമുക്ക് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് നിയമങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒരു മാനേജ്മെന്റിനും എന്തുണ്ട്, കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എല്ലാ ഓർഗനൈസേഷനും ഫോളോ അപ്പ് ചെയ്യുന്ന കുറേ പ്രിൻസിപ്പിൾസ് എന്തുണ്ട്, മാനേജ്മെന്റിനും ഉണ്ട്. ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും, സ്മോൾ സ്കെയിൽ ആയാലും ശരി, ലാർജ് സ്കെയിൽ ആയാലും ശരി, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ആയാലും ശരി, ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ ഗൈഡ് ലൈൻസ് ഫോർ മാനേജീരിയൽ ബിഹേവിയർ ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ. ഇതൊരു ഗൈഡ് ലൈനാണ്. ഗൈഡ് ലൈൻ മീൻസ് ഒരു വഴികാട്ടിയാണ്. ഓക്കെ, മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, വഴികാട്ടിയാണ് ഫോർ ദ മാനേജീരിയൽ ബിഹേവിയർ ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. വിവിധ സന്ദർഭങ്ങളിലും പ്രശ്നങ്ങളിലും വിവിധ പ്രശ്നങ്ങൾ. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫണ്ട് എന്തെങ്കിലും റേസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റീസ്, റിസ്കുകൾ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ നിരവധി പ്രോബ്ലംസ് അഭിമുഖീകരിക്കാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെയുള്ള വിവിധ പ്രോബ്ലംസ് സംഭവിക്കുന്ന സമയങ്ങളിൽ, വിവിധ സിറ്റുവേഷനുകളിൽ അതിലെ മാനേജീരിയൽ ബിഹേവിയറിന്, ദാറ്റ് മീൻസ് മാനേജേഴ്സിന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ, ദാറ്റ് ഈസ് മാനേജീരിയൽ ബിഹേവിയർ, മാനേജേഴ്സിന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ, ഒരു വഴികാട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ദ മാനേജീരിയൽ ബിഹേവിയർ ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. വേരിയസ് സിറ്റുവേഷൻസിലും പ്രോബ്ലംസിലും മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡ് ലൈനാണ് എന്തെന്ന് പറയുന്നത്, മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ് നോക്കാം. ഇറ്റ് ഗൈഡ് ദ മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജേഴ്സിനെ ഡിസിഷൻ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വിവിധ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വിവിധ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കണം അല്ലേ.
സന്ദർഭത്തിന് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ്. വിവിധ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ. അപ്പൊ ആ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ് വിവിധ സിറ്റുവേഷൻസിൽ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോ മാനേജേഴ്സിനെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, ഇറ്റ് ഗൈഡ് ദ മാനേജേഴ്സ് ഓർ ഇറ്റ് ഹെൽപ്പ് ദ മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗിൽ മാനേജേഴ്സിനെ സഹായിക്കുന്നു ഈ പ്രിൻസിപ്പിൾസ്. Then the next point is it need to be modified by managers according to the situation and requirement. ഇതൊരു ആവശ്യകതയാണ്, അതുപോലെ തന്നെ ഇതൊരു അധികാരവുമാണ്, മാനേജേഴ്സിന്റെ അധികാരവുമാണ്. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് ടു ബി മോഡിഫൈഡ്, മോഡിഫൈ ചെയ്യണം, മാറ്റണം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം? പ്രിൻസിപ്പിൾസിൽ മാറ്റം വരണം. ഓക്കെ, ഈ പ്രിൻസിപ്പിൾസിന്റെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതെന്ത് ചെയ്യണം? ഇത് മോഡിഫൈ ചെയ്യാൻ കഴിയണം. എപ്പോഴും ഒരു ലോ ഉണ്ടെങ്കിൽ, ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം എന്ന് ഇല്ല. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഫെയർ വേജസ് കൊടുക്കുക എന്നുള്ളത്, എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ട് മന്ത്ലി കറക്റ്റ് വേജസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, എല്ലാ മാസവും കറക്റ്റ് വേജസ് കൊടുക്കണം, അല്ലെങ്കിൽ സാലറീസ് കൊടുക്കണം. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു കോവിഡ് അല്ലെ വന്നു കഴിഞ്ഞു, അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഈ മാസത്തെ ശമ്പളം കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല, ഇപ്പോൾ അല്പം ഒന്ന് താമസിച്ചു. അപ്പോൾ അയാളെ ഒന്ന് പറയാണ്, നിങ്ങളുടെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കറക്റ്റ് എല്ലാ മാസവും ഇത്ര തീയതി വെച്ച് ശമ്പളം തരണം എഴുതി വെച്ചേക്കല്ലേ, പിന്നെ എന്ത് തരാത്തത് എന്ന് പറയാൻ പറ്റുമോ? പിന്നെ പറയാൻ പറ്റത്തില്ല. അത് സിറ്റുവേഷൻ ആണല്ലേ. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിലേ ഒക്കെ വരും. പക്ഷേ അവിടെ പ്രിൻസിപ്പൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് സമയത്ത് സാലറി കൊടുക്കണം എന്ന്, അല്ലേ? പക്ഷെ അതിനനുസരിച്ച് എപ്പോഴും നടക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ പ്രിൻസിപ്പിൾസിനനുസരിച്ച് എപ്പോഴും പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആയതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ പ്രിൻസിപ്പിൾസിൽ എന്ത് ചെയ്യാൻ പറ്റണം? മോഡിഫിക്കേഷൻ വരുത്താനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നീഡ് ടു ബി മോഡിഫൈഡ് ബൈ മാനേജേഴ്സ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ് ആൻഡ് റിക്വയർമെന്റ്. അങ്ങനെ റിക്വയർമെന്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച്, റിക്വയർമെന്റ് ആവശ്യത്തിനനുസരിച്ച് പ്രിൻസിപ്പിൾസിന് മാറ്റം വരുത്താനായിട്ട്, പ്രിൻസിപ്പിൾസിൽ മോഡിഫിക്കേഷൻ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയണം. മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യകതയാണ്. അതോടൊപ്പം തന്നെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് അവിടുത്തെ മാനേജേഴ്സിന്റെ ഒരു പവർ കൂടിയാണ്, അധികാരം കൂടി ആണ്. മാനേജേഴ്സിനെ മോഡിഫൈ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? വാട്ട് ഈസ് മാനേജ്മെന്റ്? വാട്ട് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ or refers to the guidelines of the managerial behavior in various situations and problems. ഓക്കെ ആണല്ലോ. ഇറ്റ് ഗൈഡ്സ് ദ മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗിൽ ഇവരെ ഗൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് നീഡ് ടു ബി മോഡിഫൈഡ് ബൈ ദ മാനേജേഴ്സ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ്. സിറ്റുവേഷൻസിനനുസരിച്ച്, റിക്വയർമെന്റ്സിനനുസരിച്ച് ഇതിൽ എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ടും സാധിക്കണം, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം. മനസ്സിലായോ? അതൊരു പവറാണ്, മാനേജേഴ്സിന്റെ പവറാണ്. മാത്രമല്ല അതൊരു ആവശ്യകത കൂടി ആകുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ നേച്ചറാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ പ്രത്യേകതകൾ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് കിട്ടി. ഓക്കെ, ഒരു മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായുള്ള കുറേ ഗൈഡ് ലൈൻസ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞത്. ഇത് ഓരോ പ്രിൻസിപ്പിൾസും നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. മനസ്സിലായി? ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ്, എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് നമ്മൾ കണ്ടു. അടുത്തായിട്ട് നേച്ചറാണ്. ഓക്കെ, ഇതിന്റെ നേച്ചർ, ഇതിന്റെ പ്രത്യേകത. ദ ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ. ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ എന്താണ് ഈ പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റബിൾ ആണ്. എല്ലാ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും പ്രിൻസിപ്പിൾസ് എല്ലാം ഒന്ന് തന്നെയാണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും അങ്ങ് അമേരിക്കയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇവിടെ മാത്രമല്ല, അവിടെ മാത്രമല്ല, എല്ലായിടത്തും എന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ ആൻഡ് സൈസ്. ഓക്കെ, ഏതൊരു സ്ഥാപനത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. ഒരു ചെറിയ ഒരു ബിസിനസ് സംരംഭം എടുത്താലും അവിടെയും ഈ പറയുന്ന എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പോലും അറിയാതെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായ? അപ്പോൾ നേച്ചറോ സൈസോ ഒന്നും ഇതിന് ബാധകമല്ല. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അല്ലെങ്കിൽ ഇന്ന വിഭാഗം ബിസിനസ്സിന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വേണ്ട, അങ്ങനെയൊന്നുമല്ല.
എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ആപ്ലിക്കബിൾ ആണ് ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ, ആഗോളപരമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അക്സെപ്റ്റബിൾ ടു ഓൾ ഓർഗനൈസേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ ആൻഡ് സൈസ്. ഓക്കെ, നേച്ചർ ആയാലും സൈസിനനുസരിച്ചായാലും ഒന്നും ബാധകമല്ല. എല്ലാ ഓർഗനൈസേഷനും ഏത് ബാധകമാണ്? ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബാധകമാണ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ജനറൽ ഗൈഡ് ലൈൻസ്. എന്താണ് ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്? അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, മാനേജേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിൽ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. വിവിധ സിറ്റുവേഷനിൽ വിവിധ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് മാനേജ്മെന്റിന് എന്ത് ചെയ്യുന്നു, ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നു. ജനറൽ ഗൈഡ് ലൈൻ, ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു. ഏത്? ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ട് ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാൻ കഴിയും എന്നല്ല പറഞ്ഞത്. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മാനേജേഴ്സിന് കൂടുതൽ ഒരു സഹായം, മാനേജേഴ്സിനെ ഒന്ന് വഴികാട്ടാനായിട്ട്, ഒരു ഗൈഡ് ലൈനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ പ്രിൻസിപ്പിൾസിന് സാധിക്കും. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതരം സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാനേജേഴ്സിന് ഗൈഡ് ലൈൻ കൊടുക്കാനായിട്ട് ഈ പ്രിൻസിപ്പിൾസിന് സാധിക്കും. പക്ഷേ ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാമെന്നല്ല പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ലൈൻ. ഓക്കെ, മനസ്സിലായോ? ജനറൽ ഗൈഡ് ലൈൻ ആണ് പറഞ്ഞത്. ഇറ്റ് ആക്ട് ആസ് എ ജനറൽ ഗൈഡ് ലൈൻ ഫോർ ദ മാനേജീരിയൽ ബിഹേവിയർ ആൻഡ് ആക്ഷൻ ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലം. വിവിധ സിറ്റുവേഷൻസിലും വിവിധ പ്രോബ്ലംസിലും മാനേജേഴ്സ് ബിഹേവിയർ, മാനേജേഴ്സിന്റെ ആക്ഷൻസിൽ, പ്രവർത്തികളിൽ ഒരു ഗൈഡ് ലൈനായിട്ട് പ്രവർത്തിക്കുന്നു. ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫോർമേഷൻ. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് ഇത് ആരാണ് എഴുതിയത്, എവിടെയാണ് എഴുതിയത്, ആരെഴുതി, എങ്ങനെ എഴുതി എന്നൊക്കെ നമ്മൾ ഹെൻറി ഫയോളിനെ പറ്റിയൊക്കെ പിന്നീടൊക്കെ പഠിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആരെഴുതി, ഇത് എങ്ങനെയാണ് എഴുതി? അയാൾ ചുമ്മാ രാവിലെ എഴുതി കുറച്ച് പ്രിൻസിപ്പിൾസ് എഴുതി കളയാം എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയതല്ല. ഓക്കെ, വിവിധ എക്സ്പെരിമെന്റിലൂടെ, വിവിധ ഒബ്സർവേഷനിലൂടെ, വിവിധ പ്രാക്ടീസിലൂടെ, നിരന്തര പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പരീക്ഷണങ്ങളിലൂടെയും ബിസിനസ് ഓർഗനൈസേഷനെ കണ്ട് പഠിച്ച് അതിനെ ഒബ്സർവ് ചെയ്ത് അതിനെ വിശകലനം ചെയ്ത് വിവിധ എക്സ്പെരിമെന്റിലൂടെ, വിവിധ വലിയ ബിസിനസ്സുകാരുടെയൊക്കെ എക്സ്പീരിമെന്റ്സ് അല്ലേ, എക്സ്പീരിയൻസ് കണ്ട് എഴുതിയൊക്കെ വച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ പറയുന്ന മാനേജീരിയൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല. ഇറ്റ് ഈസ് ഫോംഡ് ബൈ കണ്ടിന്യൂസ് പ്രാക്ടീസ്, ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായ പ്രാക്ടീസിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒബ്സർവേഷൻസ് വിശകലനങ്ങളുടെയും എക്സ്പെരിമെന്റ്സ് അനുഭവങ്ങളിലൂടെയും ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമേഷൻ അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് നീഡ് ടു ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇത് മോഡിഫൈ ചെയ്യണം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രത്യേകത അത് ഫ്ലെക്സിബിൾ ആണ്. ഇന്ത്യൻ ഭരണഘടന എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? പാർട്ടിലി ഫ്ലെക്സിബിളും പാർട്ടിലി ഫ്ലെക്സിബിൾ അല്ല, നോൺ ഫ്ലെക്സിബിളും ആണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന. ചില നിയമങ്ങൾ നമുക്ക് പെട്ടെന്ന് അമെൻമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അമെൻമെന്റുകൾ വരാറില്ല. അമെൻമെന്റ് ഇപ്പോൾ ജമ്മു കാശ്മീരിന് തന്നെ ഒരു പ്രത്യേക സംസ്ഥാന പദവി അന്ന് മുതൽ നാളെ മുതൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ എടുത്ത് മാറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുറ്റിപ്പോൾ അത് അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഇത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കാണ് എന്ത് ചെയ്ത് ആ നിയമം ജസ്റ്റ് ഒന്ന് ഭേദഗതി ചെയ്ത് മാറ്റിയത് അല്ലേ? അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം? നിയമങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ ചില നിയമങ്ങളൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല, അതങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അടിയന്തര സന്ദർഭങ്ങൾ അല്ലേ, ഇതേപോലെ അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ റൈറ്റ്സ് ഒക്കെ, നമ്മുടെ അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യും? എടുത്തും കളയും. അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് വെട്ടിച്ചുരുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സിറ്റുവേഷൻസ് അനുസരിച്ച് ലോസ് എന്ത് ചെയ്യും? മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെയാണ് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെയും പ്രത്യേകത. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അടിയന്തര ഘട്ടമൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ആ പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുന്ന അതേപോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പോകാനായിട്ട് പറ്റത്തില്ല. സിറ്റുവേഷൻസിനനുസരിച്ച് അതിൽ എന്തുണ്ടാകണം? മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കണം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാറ്റം വരുത്താൻ സാധിക്കുമോ? സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ആണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും, മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും എന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ദെൻ ബിഹേവിയർ മീൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. ഒരു ഹ്യൂമൻ റിസോഴ്സസും മെറ്റീരിയൽ റിസോഴ്സസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഹ്യൂമൻ റിസോഴ്സസ് മീൻസ് അതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്.
എംപ്ലോയീസ് ആയാലും ശരി, മാനേജേഴ്സ് ആയാലും ശരി, അതിന്റെ ഹെഡിലുള്ള ആൾക്കാരായാലും ശരി, ഓക്കെ, CEO ആയാലും ശരി, HOD ആയാലും ശരി, അതിനുള്ള താഴേക്കിടയിലുള്ള എംപ്ലോയീസ് ആയാലും ശരി, ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരെല്ലാം ഹ്യൂമൻ റിസോഴ്സ് ആണ്. മെറ്റീരിയൽ റിസോഴ്സ് മീൻസ് ആ ബിസിനസ് ഓർഗനൈസേഷനകത്ത് മനുഷ്യനല്ലാത്ത ആരൊക്കെ ഉണ്ട്, അതിനകത്ത് മെഷീനൻസ് ആയാലും ശരി, അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് ആയാലും ശരി, അതുപോലെ തന്നെ അതിനകത്തുള്ള എന്താണ് എക്യുപ്മെന്റ്സ് എല്ലാം എന്താണ് മെറ്റീരിയൽ റിസോഴ്സസ് ആണ്. ഈ മെറ്റീരിയൽ റിസോഴ്സും ഈ ഹ്യൂമൻ റിസോഴ്സും തമ്മിലുള്ള ഒരു റിലേഷനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ എന്താണ് ഒരു ആപ്ലിക്കേഷനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് അവിടുത്തെ ആൾക്കാർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് പൊതുസ്ഥലത്ത് പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കോ ഇല്ല, നമ്മളെന്ത് ചെയ്യും, പൊതുസ്ഥലത്ത് തന്നെ പുകവലിക്കും. ഇവിടെ തുപ്പരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തുപ്പും. അതാണ് നമ്മൾ മലയാളികളുടെ പ്രത്യേകത. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ചുമ്മാ പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ പൊതുസ്ഥലത്ത് പുകവലി പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. പക്ഷെ പൊതുസ്ഥലത്ത് നിന്ന് നമ്മളൊരു പുക വലിക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ആ രാജ്യത്തോടുള്ള കടമ, അയാൾക്ക് എത്രത്തോളമാണ് ആ രാജ്യത്തോട് പ്രതിബദ്ധത ഉള്ളതെന്ന് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ രാജ്യത്തോട് അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ നിയമം എന്ത് ചെയ്യേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. നിയമങ്ങളെല്ലാം പാലിക്കേണ്ടതാണ്. നിയമങ്ങൾ പാലിക്കപ്പെടാതെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് കുറയുന്നത്, ആ ഒരു മനോഭാവം, ഒരു പ്രതിബദ്ധത എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷനിലൂടെ അവിടെയുള്ള മനുഷ്യർക്ക്, അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിന് ആ മെറ്റീരിയൽ റിസോഴ്സിനോട്, ദാറ്റ് മീൻസ് ആ ബിസിനസ്സിനോടുള്ള എന്ത് റിലേഷൻഷിപ്പ്, ബിഹേവിയർ, റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് ബിഹേവിയറൽ. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സും തമ്മിലുള്ള റിലേഷൻ, അവർ അതിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷനിലൂടെ ആണ്. ഓക്കെ ആണല്ലോ. ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലെയിൻ ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻ. കോസ് ആൻഡ് എഫക്ട് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ളവരാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. ഓരോരുത്തരുടെയും ബിഹേവിയർ, ഓരോരുത്തരുടെയും പെരുമാറ്റം, ഓരോരുത്തരുടെയും കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ് ഉള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, അവിടെ എന്തെങ്കിലും ഒരു കോസ്, ഒരു എഫക്റ്റോ ഒരു കോസ് ഉണ്ടാക്കി, ഒരു കാര്യകാരണ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഏതുകൊണ്ട് സാധിക്കും, ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് എക്സ്പ്ലെയിൻ ദി എഫക്ട് ഓഫ് ദെയർ ആപ്ലിക്കേഷൻ ഇൻ വേരിയസ് സിറ്റുവേഷൻ. വിവിധ സിറ്റുവേഷൻസിൽ ഓക്കെ ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇന്നൊരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു നടപടി എടുത്തു. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അനുസരിച്ചുള്ളൊരു നടപടി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത്, അത് ഓരോരുത്തരുടെയും ബാധിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും അല്ലേ. ഓരോരുത്തരുടെയും ബിഹേവിയർ ഓരോ തരത്തിലാണ്, ഓരോ മനുഷ്യരുടെയും സ്വഭാവം ഓരോ രീതിയാണ്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളൊരു നടപടി എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റും. ഓക്കെ, ആ ഒരു ലോയും ആ ഒരു പ്രിൻസിപ്പിള് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ദ എഫക്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തിനാണ്, നമുക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെയൊരു കണ്ടീജന്റ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വരും കാലത്ത് എങ്ങനെ പെരുമാറണം, ഈ ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. സോ ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ, ദാറ്റ് മീൻസ് അവിടെ ആ ഒരു പ്രിൻസിപ്പിളിന് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റണമോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. അതാണ് പറഞ്ഞത്, ഇറ്റ് എക്സ്പ്ലെയിൻ ദ കോസ് ആൻഡ് എഫക്ട്. ഇറ്റ് എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ദെയർ ആപ്ലിക്കേഷൻ. ഈ പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന എഫക്ട് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. വിവിധ സിറ്റുവേഷൻസിൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് എക്സ്പ്ലെയിൻ ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻ. ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടീജന്റ്. കണ്ടീജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞില്ലേ, അതാണ് പറഞ്ഞത്. കണ്ടീജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ എന്നാണ് അർത്ഥം. ടു ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ സിറ്റുവേഷൻ. ഓക്കെ, സന്ദർഭത്തിന്റെ ആവശ്യകത അനുസരിച്ച്, സിറ്റുവേഷന്റെ ആവശ്യകത അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റണം, മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റണം, മാറ്റങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം. ഏതിന്, ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അതിന്റെ മീനിങ് തന്നെയാണ് കണ്ടീജന്റ്. നമ്മൾ നേരത്തെ ഫ്ലെക്സിബിലിറ്റിയിൽ പറഞ്ഞത് ഇതിന്റെ ഒരു സ്വഭാവമാണ്. ഓക്കെ, മാറ്റാൻ പറ്റും, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റാൻ പറ്റും എന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു കഴിവും
സാഹചര്യത്തിനനുസരിച്ച് സാഹചര്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്യണം. മറ്റത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യണം എന്ന് പറയാം. ചെയ്യണം എന്നുള്ളത് ഒരു ആവശ്യകതയും മറ്റത് അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഒരു സ്വഭാവം കൂടിയാണ്. ദാറ്റ് രണ്ടിനും ഒരേ ഒരു സെൻസ് തന്നെയാണുള്ളത്. ഇതിന്റെ ഒരു സ്വഭാവവും ഇതിന്റെ ഒരു ആവശ്യകതയുമാണ്. കണ്ടിജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബി മോഡിഫൈഡ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ ഇറ്റ് ക്യാൻ ബി എന്നല്ലേ, ക്യാൻ ബി മോഡിഫൈഡും ടു ബി മോഡിഫൈഡ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് എന്ന് വെച്ചാൽ ഇത് മോഡിഫൈഡ് ചെയ്യാനായിട്ട് പറ്റും, സിറ്റുവേഷൻ അനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഇതെന്താണ്? സിറ്റുവേഷൻസിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് കണ്ടിജന്റ് എന്ന് പറഞ്ഞത് ടു ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദി നീഡ്സ് ഓഫ് ദ സിറ്റുവേഷൻ. എന്താണ്? സിറ്റുവേഷൻസിന്റെ നീഡ്സിനനുസരിച്ച്, സന്ദർഭത്തിന്റെ ആവശ്യകത അനുസരിച്ച് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഇതിന് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. മാനേജ്മെന്റിന്റെ 7 ഫീച്ചേഴ്സ്, 7 നേച്ചർ, പ്രകൃതം, സ്വഭാവങ്ങൾ നമ്മൾ എന്താണ്? യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ്. ആദ്യം നമുക്ക് എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻസ് ഫോർ മാനേജീരിയൽ ബിഹേവിയർ ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. വേരിയസ് സിറ്റുവേഷൻസ്, വിവിധ സിറ്റുവേഷനുകളിലും വിവിധ പ്രശ്നങ്ങളിലും മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു ഗൈഡ് ലൈനാണ് എന്ന് പറയുന്നത്. ഒരു എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഗൈഡ് ദ മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഗൈഡ് ദ മാനേജേഴ്സിന് എന്ത് ചെയ്യുന്നു? ആ തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നീഡ് ടു ബി മോഡിഫൈഡ് ബൈ ദ മാനേജേഴ്സ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആൻഡ് റിക്വയർമെന്റ്. ആവശ്യകതയ്ക്ക് അനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് ഇതിൽ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ നേച്ചർ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ്. ലോകത്ത് എല്ലായിടത്തും ഏത് ഓർഗനൈസേഷനും അതിന്റെ സൈസോ നേച്ചറോ എന്തോ ആയിക്കോട്ടെ എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ്, ഒന്നാണ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ജനറൽ ഗൈഡ് ലൈൻസ്. ഇതെന്ത് ചെയ്യുന്നു? വിവിധ സിറ്റുവേഷൻസിൽ മാനേജേഴ്സിന് എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു ഗൈഡ് ലൈനായിട്ട് പ്രവർത്തിക്കുന്നു, ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ഫോർമേഷൻ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കണ്ടിന്യൂസ് പ്രാക്ടീസ്, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. വിവിധ പ്രാക്ടീസുകളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, അതുപോലെ തന്നെ വിശകലനങ്ങളുടെ ഒബ്സർവേഷൻസിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്ത, വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ബിഹേവിയർ ആണ് അല്ലെ. ബിഹേവിയറൽ മീൻസ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാപനത്തിലുള്ള കമ്മിറ്റ്മെന്റ്, ആ സ്ഥാപനവും വ്യക്തികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിച്ചു തരുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷനിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ എക്സ്പ്ലെയിൻ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഒരു സ്ഥലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എഫക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പ്രിൻസിപ്പിളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണോ എന്നും നമുക്കറിയാനായിട്ട് പറ്റും. സോ ഇറ്റ് explain cause and effect relation. Then the last one is contingent. Contingent means it need to be modified according to the needs of the situation. Situation, സന്ദർഭത്തിന്റെ ആവശ്യകത അനുസരിച്ച് എന്ത് ചെയ്യണം? നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റണം. ഏതിൽ? ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ പറഞ്ഞു. അപ്പോൾ ഇത്ര കാര്യങ്ങളെ പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കുകയാണ്. ഇവിടെയും നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ എല്ലാത്തിൻ്റെയും ഞാൻ അടിവരയിട്ടിരിക്കുന്നത് കണ്ടു. ഇതാണ് ഇതിന്റെ എന്ന് പറയുന്നത് മെയിൻ ഹെഡിങ്, മെയിൻ പോയിന്റുകൾ എന്ന് പറയുന്നത്. ആ പോയിന്റിന് കഴിഞ്ഞിട്ടുള്ള കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ എക്സ്പ്ലനേഷനിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആ എക്സ്പ്ലനേഷനിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ ചെറിയ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് എഴുതിയെടുക്കുക. ഇതാണ് ഇത് ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇതിനെ സെന്റൻസ് ആക്കിയാണ് എഴുതാനുള്ളത്. ഓരോ സെന്റൻസ് ആക്കിയാണ് എഴുതാനുള്ളത്. ഞാൻ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന കാണാൻ പറ്റും. നമുക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യമുണ്ട്, കുറേ ഉണ്ടെന്ന് തോന്നത്തില്ല. സോ ദെൻ ഇതാണ് ഈ ഓരോ പോയിന്റുകളും എഴുതിയെടുക്കുക. പോയിന്റുകളിലെ ടെക്സ്റ്റിൽ ബാക്കി അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ അകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ചുരുക്കി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇതും കൂടെ എഴുതിയെടുത്തിട്ട് ഇത് മാത്രം എന്ത് ചെയ്യുക? പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിക്കുകയായിരിക്കും. ടെക്സ്റ്റ് വായിച്ച് അതിൽ ഓരോന്നിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ സ്വന്തമായിട്ടുള്ളൊരു ലാംഗ്വേജിൽ എഴുതി ശീലിക്കുക. ഈ സാധനം തന്നെ 5 മാർക്കിനും ചോദിക്കാം, 4 മാർക്കിനും ചോദിക്കാം, 8 മാർക്കിനും ചോദിക്കാം. അപ്പോൾ 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പോയിന്റുകളും ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഇത്രയൊക്കെ എഴുതി വെച്ച് കൊടുത്താൽ മതി. ഒരു 8 മാർക്കിനൊക്കെ ഉള്ള എസ്എ ടൈപ്പിന്, എസ്എ മോഡലിലാണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ, ഒരു എസ്എ ആണ് ചോദിക്കുന്നതെങ്കിൽ 2-3 പേജ് എഴുതേണ്ടി വരും അല്ലേ? 2-3 പേജ് എഴുതി തീരാനുള്ള ഇതിലില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൂടെ എഴുതണം. എന്താണ് മാനേജ്മെന്റ് എന്ന് എഴുതണം. പിന്നെ നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ പഠിക്കുമെങ്കിൽ മാനേജ്മെന്റ് ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും.
അപ്പോൾ അതൊക്കെ ചേർത്ത് എഴുതിയിട്ട് എല്ലാം എഴുതിയിട്ട് അവസാനം എന്ത് ചെയ്യണം, ഇത് എഴുതണം. അപ്പോൾ മാർക്കിനനുസരിച്ച് എഴുതണം. എക്സാമിൻ്റെ ടൈം ആവുന്ന സമയത്ത് എങ്ങനെ മാർക്കിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഞാൻ പറഞ്ഞുതരാവുന്നതാണ്. അതിപ്പോൾ ക്ലാസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞുതരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകളിലൂടെ മാർക്കിനനുസരിച്ച് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെ ബിസിനസ് സ്റ്റഡീസ് കൃത്യമായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. പുസ്തകത്തിലുള്ള അതേപോലെ പഠിക്കരുത്. നിങ്ങൾ ഒത്തത്തിൽ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ പോയിന്റുകൾ എഴുതിയിട്ട് ആ പോയിന്റുകൾ മാത്രം പഠിക്കുക, ബാക്കിയുള്ളത് സ്വന്തമായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. നിങ്ങളെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കത്തില്ല. ഈ ഒരു ഒരു പോയിന്റ് എഴുതിയിട്ട് അതിൽ നമ്മുടേതായ രീതിയിൽ എക്സ്പ്ലനേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഈ എക്സ്പ്ലനേഷൻ പോലും അറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം. Universally accepted. It is the main feature. It is the most important feature of management principle. It is universally acceptable. ഇതുപോലെ നമ്മുടേതായ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പരീക്ഷയ്ക്ക് നോക്കുന്ന എല്ലാവരും ഈ ബിസിനസ് സ്റ്റഡീസിന് എഴുതുന്ന ഇതെല്ലാം എക്സ്പ്ലനേഷൻ ഒന്നും ഫുള്ള് വായിച്ചു നോക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ എന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ എഴുതണം. പോയിന്റ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. എക്സ്പ്ലനേഷൻ എഴുതണം. എക്സ്പ്ലനേഷൻ നമ്മുടേതായ ഇംഗ്ലീഷിൽ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം എഴുതാൻ നോക്കുക. മലയാളം പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇത് ഇംഗ്ലീഷിൽ എഴുതുന്നതിന് വേണ്ടിയിട്ട്. ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്ത് എഴുതാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെന്ത് ചെയ്യുക, ഒരു നോട്ട് കണക്കൊക്കെ എഴുതിയെടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുക. ഇതിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും. അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്തൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിൽ ചോദിക്കണം. എല്ലാവരും വീട്ടിൽ ഇരുന്ന് പഠിക്കണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.